ഒരു മൂവിങ് ഒബ്ജക്റ്റിനെയാണ് നമ്മളിപ്പോൾ എടുത്തത് പോർട്രേറ്റ്. എത്രത്തോളം കിട്ടിയെന്ന് നോക്കാം. എൻ്റെ അമ്പോ, എന്തരുത് പിക്സല് 3 പിക്സലേ, നീ ഒരു കിടിലം തന്നെ. പറഞ്ഞു കേട്ടേ ഉള്ളൂ എല്ലാരും. പക്ഷെ ഇതിപ്പോ വിശ്വാസം എങ്ങനെയുണ്ട്? നമ്മളല്ലോ പറയുമ്പോ നിനക്ക് പുച്ഛം. ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു പയ്യൻ കമൻറ്റ് ഇട്ട പിക്സൽ 3a, ഗൂഗിൾ പിക്സൽ 3a കുറച്ച് ക്യാമറ ഡീറ്റെയിൽസും അല്ലാതെ ഓവറോൾ സാധനങ്ങളും. പഴയ സാധനമാണല്ലോ, അപ്പോൾ നമുക്ക് അതിൻ്റെ ബാക്കി കാര്യങ്ങളും അന്ന് എന്തൊക്കെ ഉണ്ടായിരുന്നു എന്ന് ഉള്ള കാര്യമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. റണ്ണിങ് ആൻഡ് ആൻഡ്രോയിഡ് 12, അതുപോലെ തന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ഇപ്പം പറഞ്ഞു തരാം. അപ്പോൾ 2019 പുറത്തിറങ്ങിയാണ്. 5G ഇല്ല. പിന്നെ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് 4GB റാം, 3000 mAh ബാറ്ററിയാണ്. 12 മെഗാ ക്യാമറ എന്ന് പറഞ്ഞത്. 4K 60 റെക്കോർഡിംഗ് ഇല്ല. പിന്നെ അതുപോലെ തന്നെ 1080p 60/30 120 FPS ഒക്കെയാണ് പറഞ്ഞത്. പിന്നെ 5.6 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ, ഇൻ ഹാൻഡ് ഫീലൊക്കെ നൈസാണ്. വലിയ സ്ലിപ്പർ കാര്യങ്ങളൊന്നുമല്ല. ഈ ഡിസൈൻ എനിക്ക് പണ്ട് മുതലേ ഭയങ്കര ഇഷ്ടമുള്ളതാണ്. ഗൂഗിളിൻ്റെ ലോഗോയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഫ്രെയിം പറഞ്ഞതെന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക് ഫ്രെയിമാണ് പറഞ്ഞത്. ഈ ബാക്കും നമുക്ക് പ്ലാസ്റ്റിക്കാണ്. ഇപ്പോഴത്തെ വരുമ്പോൾ ഗ്ലാസ്റ്റിക് കാര്യങ്ങളൊന്നുമില്ല, പ്ലാസ്റ്റിക്കാണ്. ഇവിടെ ഒരു ഫിംഗർ പ്രിൻറ്റ് സെൻസർ ഉണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ 441 ppi ആണ് പറഞ്ഞത്. ഇറ്റ്സ് നൈസ്. ഓക്കെ, ബേസ് വേരിയൻറ്റ് പറഞ്ഞത് 64GB 4GB റാമാണ്. അതുപോലെ തന്നെ 8MB ആണ് ഫ്രണ്ട് ക്യാം പറഞ്ഞതും. 1080p 30 ആണ് ഫ്രണ്ട് ക്യാമിൽ റെക്കോർഡിംഗ് ഉള്ളതും. പിന്നെ ഹീറ്റ് കാര്യങ്ങളൊക്കെ നമുക്കിപ്പോൾ നോക്കാം. ഇതിനി പരിപാടിയിലോട്ട് നമ്മൾ ഇറങ്ങട്ടെ. ഫോട്ടോ എടുത്തും വീഡിയോ എടുത്തൊക്കെ നോക്കിയിട്ട് ഹീറ്റ് കാര്യങ്ങൾ നോക്കാം. 12 മണി സമയം. ഇപ്പം നിൽക്കുന്നത് തണലത്താണ്. നമ്മുടെ ആ കറക്റ്റ് കളർ അറിയാമെന്നുള്ള കുളം ഇവിടെ ഉണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ. ഒരു പ്യുവർ ആൻഡ്രോയിഡ് ഈസ് ലൈക്ക്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ ഒരു ഫീൽ എന്ന് പറഞ്ഞാൽ. എനിക്ക് ഇതിൻ്റെ ഈ ഒരു വോയിസും അതുപോലെ തന്നെ സാംസങ്ങിൻ്റെ One UI വോയിസും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ സെറ്റിങ്സ് ഓപ്പൺ ആക്കുന്ന സമയത്ത് ഭയങ്കര ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. നമ്മൾ കീബോർഡിനെ പറ്റി ഞാൻ എൻ്റെ ഷോർട്സിൽ പറഞ്ഞിട്ടുണ്ട്. ക്യൂർട്ടി കീബോർഡ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്കിത് ഇങ്ങനെ ലാംഗ്വേജ് പ്രിഫറൻസിൽ ആഡ് ചെയ്യാനാണെങ്കിൽ നമുക്ക് ഒരുപാട് സാധനം ഇവിടെ ഹാൻഡ് റൈറ്റിംഗ് ആഡ് ചെയ്യാം. QWERTZ ഉണ്ട്, അപ്പം അത് ആഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇതൊക്കെ ഇങ്ങനെ ആഡ് ചെയ്തിടാൻ പറ്റും. എന്നിട്ട് നമുക്ക് ഇതിൽ കൂടെ ഡണ്ണ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ കൂടെ തന്നെ സ്വിച്ച് ചെയ്യാൻ പറ്റും. അതാണ് അതിൻ്റെ ഒരു ഉപയോഗം എന്ന് പറഞ്ഞത്. അത് നല്ല സെറ്റപ്പാണ്. എല്ലാവരും കോർട്ടി തന്നെ യൂസ് ചെയ്യണത്. ഞാനും കോർട്ടി തന്നെയാണ് യൂസ് ചെയ്യുന്നത്. കണ്ടപ്പം ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ക്യാമറ ഓപ്പൺ ആക്കുമ്പോൾ അതിനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ സേവ് ലൊക്കേഷൻ ചോദിക്കും, അടുത്ത് ഗൂഗിൾ ലെൻസ് സജഷൻ ചോദിക്കും, അത് തന്നെ സോഷ്യൽ ഷെയറിങ് നമുക്ക് ഓൺ ആക്കി ഇടാൻ പറ്റും, ഗെസ്റ്റർ ഓൺ ആക്കി ഇടാൻ പറ്റും, സ്റ്റോറേജിൻ്റെ കാര്യം ചോദിക്കുന്നുണ്ട്. പിന്നെ അഡ്വാൻസ് സെറ്റിംഗ്സ് ടാപ്പ് ചെയ്യുന്ന സമയത്ത് JPEG എന്ന് പറഞ്ഞ സാധനം കൺട്രോൾ അത് നമുക്ക് ഓൺ ആക്കി ഇടാൻ പറ്റും. അതായത് റോ സാധനം ഒന്നേ ഉണ്ട്, ഗ്രേഡ് ചെയ്യാനൊക്കെ നമുക്ക് റോക്കകത്ത് എടുക്കാൻ പറ്റും. HEVCയിൽ നമുക്ക് ഫോർമാറ്റ് ഇടാൻ പറ്റും. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് അതിനകത്ത് കിടക്കുന്നത്. റോപ്പൊക്കെ നമുക്ക് ഓഫാക്കി ഇടാം, അതിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ ഇതിൽ ഇപ്പോൾ നമുക്ക് ഇത് ഫ്രെയിമിംഗ് ഹിൻസ് എന്ന് പറഞ്ഞ സാധനം ഓണാക്കിയിട്ടാൽ അതിൽ നമുക്ക് ലെവൽസ് കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് ലെവലുണ്ടല്ല, നമ്മൾ ഫോൺ ചരിഞ്ഞാണ്ട് ചെയ്യണത്, അത് നമ്മൾ പറയണമുണ്ട്. പിന്നെ ഫോക്കസ് ടിപ്സ് കാര്യങ്ങൾ, ഫോക്കസ് കൊടുക്കാനായിട്ട് നമുക്ക് കാണിക്കണമല്ലോ, ഫോക്കസ് അല്ല എന്നൊക്കെ കാണിക്കുന്ന സാധനം അതാണ്. അത് പറഞ്ഞ് ഗ്രിഡ് ലൈൻ ഉണ്ട്. ഗ്രിഡ് ലൈൻ നമുക്ക് ഓണാക്കിയിടാം, ഓഫാക്കിയിടാം, അകത്ത് കയറി നമുക്ക് എന്ത് വേണോ ചെയ്യാൻ പറ്റും. നമുക്ക് എത്ര വേണോ ചേഞ്ച് ചെയ്യാൻ പറ്റും. നമുക്ക് ഇപ്പോഴുള്ള ഒട്ടുമിക്ക ഫോണുകളിലും ഗ്രിഡ് ലൈൻ എന്ന് പറഞ്ഞാൽ ഒരു 9 കോളംസോ അങ്ങനെ എന്തോ ഉള്ളൂ. ഇതിൽ നമുക്ക് എത്ര വേണോ ആക്കാൻ പറ്റും. പിന്നെ എക്സ്പോഷർ എന്ന് പറഞ്ഞ സാധനം ഓണാക്കിയിട്ടിരുന്നാൽ നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റും. നമ്മൾ കുറയ്ക്കുകയും കൂട്ടുകയും ചെയ്യുമ്പോൾ നമുക്കത് മാനുവലി തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ ക്യാമറ ഫോട്ടോ റെസൊല്യൂഷൻ, ഫുൾ റെസൊല്യൂഷൻ ഉണ്ട്, മീഡിയം റെസൊല്യൂഷൻ ഉണ്ട്. ഫുൾ റെസൊല്യൂഷൻ മതി. ഹൈ ക്വാളിറ്റി സാധനമാണല്ലോ നമുക്ക് വേണ്ടത്. സേവ് സെൽഫിയസ് പ്രിവ്യൂ, ഇത് ഓണാക്കിയിട്ടിരുന്നാൽ നമ്മൾ ഫോട്ടോ എടുക്കണം, നമ്മൾ എങ്ങനെയാണോ നിന്നെടുത്തത് അതുപോലെ തന്നെ വരും. ഓക്കെ, അടുത്ത് വീഡിയോ സ്റ്റെബിലൈസേഷൻ ഓണാക്കിയിട്ട് വീഡിയോ എടുത്തുകൊണ്ട് ഇങ്ങനെ നടക്കുന്ന സമയത്തൊന്നും വലിയ ഷേക്കൊന്നും ഉണ്ടാവത്തില്ല. അപ്പോൾ അത്രയാണ് ഇതിൻ്റെ ക്യാമറ സെറ്റിങ്സിനെ തുടർന്ന് ഗൂഗിൾ പിക്സൽ 3a പഴയ ആ ഫോണിൽ. ക്യാമറ ഓപ്പൺ ആക്കുമ്പോൾ നിങ്ങൾ കാണുന്നതാണ് പിക്സൽ 3a പഴയ ആ ഒരു ആൻഡ്രോയിഡ് 12 വരുന്ന ക്യാമറ സാധനങ്ങൾ. അതുപോലെ തന്നെ അന്നത്തെ വോയിസ് അപ്ഡേറ്റ്, ഒരു അപ്ഡേഷനും കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ ചില്ലായിട്ട് ആശ നിൽക്കുകയാണ്. നമുക്ക് ഫസ്റ്റ് ആദ്യം എന്തുണ്ടെന്ന് നോക്കാം. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ നൈറ്റ് സൈറ്റാണ്. ഈ നൈറ്റ് സൈറ്റിൽ നമുക്ക് ആകാശമൊക്കെ അടിപൊളിയായിട്ട് സാറിലെ ബ്ലൂ ഒക്കെ പൊളിച്ചിരിക്കണം കേട്ടോ, കൊള്ളാം. അപ്പോൾ നമുക്ക് നൈറ്റ് സൈറ്റിൽ വേണമെങ്കിൽ ഫോട്ടോ എടുക്കാം. ബട്ട് ഇപ്പോൾ നൈറ്റ് അല്ല, നട്ടുച്ചയാണ്. അതുകൊണ്ട് ആ ഫോട്ടോ നമുക്ക് ഒരു ഷോർട്സിൽ നമുക്ക് എപ്പോഴെങ്കിലും ആഡ് ചെയ്യാം. അതുപോലെ തന്നെ അത് കഴിഞ്ഞ് വരുന്ന പോർട്രേറ്റാണ്. പോർട്രേറ്റ് ഫോട്ടോഗ്രാഫി ഞാൻ മനുഷ്യന്മാരെ മാത്രം എടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ പൂക്കളെയും മൃഗങ്ങളെയും പക്ഷികളെയും എല്ലാം എടുക്കാറുണ്ട്. അപ്പോൾ പോർട്രേറ്റ് ഫോട്ടോഗ്രാഫി നമുക്കൊരു പുഷ്പത്തിനെ എടുത്ത് നോക്കാം ഗൈസ്. അപ്പം പോർട്രേറ്റ് ഫോട്ടോഗ്രാഫി എങ്ങനെ നിങ്ങൾക്കൊരു ലോങ് റേഞ്ചിൽ നിന്ന് എടുക്കണമെന്നുള്ളതൊക്കെ ഞാനൊരു ഷോർട്സ് ഇട്ടിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾ കയറി നോക്കിയാൽ മതി. ഇതപ്പോൾ ഷട്ടർ ലാഗ് കാര്യങ്ങളൊന്നുമില്ല. 1.3 നമുക്ക് കുറച്ചും കൂടെ ക്ലോസ് കയറിയിട്ട് എടുക്കുക. അപ്പം കുറച്ചുകൂടെ ബാക്ക്ഗ്രൗണ്ട് ബ്ലർ കിട്ടും. ജസ്റ്റ് ടാപ്പ് ചെയ്യുന്നു. ഒരു മൂവിങ് ഒബ്ജക്റ്റിനെയാണ് നമ്മളിപ്പോൾ എടുത്തത് പോർട്രേറ്റ്. എത്രത്തോളം കിട്ടിയെന്ന് നോക്കാം. എൻ്റെ അമ്പോ, എന്തരുത്
പിക്സൽ 3 എന്തിനത് അടാ അത് ഷേക്ക് ആയിട്ടാണ്ടോ ഇത്രയും കിടിലായിട്ട് കിട്ടിയത്. പോർട്രേറ്റിൽ നിന്ന് നമുക്കടുത്ത് ക്യാമറയിൽ പോവാം. 1x 2x കഴിഞ്ഞാൽ പിന്നെ ടാപ്പ് ചെയ്തായിരുന്നും കാര്യമില്ല. ഇങ്ങനെ നമുക്ക് ഡിജിറ്റലി നമുക്ക് സൂം ചെയ്യാൻ പറ്റും. ഡിജിറ്റൽ സൂം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നമ്മൾ സൂം ചെയ്യുന്നതിനെയാണ് അങ്ങനെ പറഞ്ഞത്. 1x വരെ അങ്ങനെ പോകണുണ്ട്. അപ്പോൾ നമുക്ക് 1x ഒരു ഫോട്ടോ എടുക്കാം. ആ പൂവിൻ്റെ തന്നെ ഒരു ഫോട്ടോ എടുത്ത് കാണിച്ചു തരാം. ഈ പൂവിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് കാണിച്ചു തരാമേ. ജസ്റ്റ് ഇവിടെ ടാപ്പ് ചെയ്യുന്നു, ഒരു ഫോട്ടോ എടുത്തു. അതിൻ്റെ റിസൾട്ട് നോക്ക്. റിസൾട്ട് പ്രോസസ്സിങ് അടുത്ത പ്രോസസ്സിങ് കാണിക്കുന്നുണ്ട്. കണ്ട പ്രോസസ്സായി കഴിയുമ്പോൾ ഫോട്ടോയൊക്കെ എൻ്റെ പൊന്നെ രാജാവിടെ രാജാവല്ല രാജാവ്. സാംസങ്ങാണ് രാജാവ്, ഇത് രാജാവ്. എൻ്റെ പൊന്നെ എന്തൊരുട്ടെ ഇത് 2x. ഇതാ ഫോട്ടോ 2x ഫോട്ടോ പ്രോസസ്സാവുന്നു. പ്രോസസ്സായി. എൻ്റെ മോനെ ആസ്പെക്ട് റേഷ്യോ നമുക്കിവിടെ മാറ്റാൻ പറ്റും. ആസ്പെക്ട് റേഷ്യോ എന്ന് പറയുമ്പോൾ 16:9 ഉണ്ട്. ഇത് വീഡിയോയിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം 4K റെക്കോർഡിംഗ് എന്ന് പറയുമ്പം 60 FPS ഇല്ല, 30 FPS ഉള്ളൂ. പക്ഷേ 1080p ആണ് നിങ്ങൾ റെക്കോർഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഉണ്ട്. അതുപോലെ തന്നെ 120 FPS അതിനകത്ത് വരും. ആ 120 FPS എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി സ്ലോ മോഷൻ ആണ്. 20 FPS നമുക്ക് 1x 2x അതുപോലെ തന്നെ 1.4x സ്പീഡിൽ എടുക്കാൻ പറ്റും, 1.8x സ്പീഡിൽ എടുക്കാൻ പറ്റും. അതായത് 120 FPS ടു അതിൽ നിന്ന് കുറച്ചുകൂടെ കുറച്ചിട്ടുള്ളതാണ് അങ്ങനെ പറഞ്ഞത്. വീഡിയോയിലോട്ട് നമുക്ക് ആദ്യം നമുക്ക് 4K തന്നെ എടുക്കാം. 4Kയിൽ വേറെ ഒന്നുമില്ല, 4K 30 FPS മാത്രമേ ഉള്ളൂ. നമുക്ക് അതിനെ അപ്പോൾ റെക്കോർഡ് ചെയ്യാം. ക്യാമറ എപ്പോഴും മുകളിൽ പറഞ്ഞായിരിക്കും നല്ലത് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത്. താഴെ ലോ ആംഗിളിൽ നിന്നൊക്കെ എടുക്കുന്ന സമയത്ത് ഈ സൈഡിൽ വന്നാൽ മതി. നമുക്ക് ഒരു വീഡിയോ എടുക്കാം. 30 FPS റെക്കോർഡ് ചെയ്യുക. ആ ഫ്ലവർ 1x 4K 30 FPS ഗൂഗിൾ പിക്സൽ 3a റെക്കോർഡ് ചെയ്യണതാണ് ആ ഫ്ലവർ. കളറൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് സാംസങ്ങിൽ നിന്നും കുറച്ച് കോൺട്രാസ്റ്റ് കുറഞ്ഞ് നിൽക്കുന്നതായിട്ടാണ് ഇപ്പോൾ ഡയറക്റ്റ് കാണുമ്പോൾ ഫീൽ ചെയ്യുന്നത്. ഇതിൻ്റെ ഔട്ട് എടുത്തിട്ട് ഞാൻ നിങ്ങൾക്ക് ഔട്ട് ആഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നോക്കിക്കോളൂ. ഞാൻ മുമ്പ് നമ്മുടെ ഏതിലാണ് നമ്മൾ അത് ചെയ്തേ, നമ്മൾ S21F ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അതേ സെയിം ലൊക്കേഷനാണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മാത്രം മതി. ഇതാണ് 4K 30 FPS കേട്ടോ. ഇപ്പോൾ ചെറിയ കാറ്റുണ്ട്, അപ്പോൾ അതിൻ്റെ ആ ഒരു ഒഴുക്ക് നിങ്ങൾ നോക്കിക്കോ. അപ്പം വലിയ ഒഴുക്കമൊന്നും ഇല്ലാത്ത വീഡിയോ എടുക്കാനാണ് 4K 30 അല്ലെങ്കിൽ 1080p 30 ഒക്കെ വേണ്ടത്. നിങ്ങളത് നോക്കിയിരുന്നാൽ മതി. ഞാനത് ഓഫ് ചെയ്തു. ദെൻ 2x നമുക്ക് സൂം ചെയ്തെടുക്കാൻ പറ്റും. ഇതിൽ മറ്റേ ക്യാമറ സ്വിച്ചിങ് അങ്ങനെയല്ല, ഇതിൽ നിന്ന് ഡയറക്റ്റ് നമുക്ക് സ്വിച്ച് ചെയ്ത് കയറുന്നത് ഓട്ടോമാറ്റിക്കലി സൂമായിട്ട് പോണതാണ്. അപ്പം അത് എടുക്കേണ്ട ഒരു ആവശ്യമില്ല. എന്നാലും നമുക്കിതാ ഒന്ന് റെക്കോർഡ് ചെയ്ത് കാണിച്ചു തരാം. ഈ കാണുന്നതാണ് 4K 30 FPS 2x ഞാൻ റെക്കോർഡ് ചെയ്തത്. ജസ്റ്റ് സ്റ്റോപ്പ് ചെയ്തു. ഇനി അതിൽ നിന്ന് നമുക്ക് സൂം ചെയ്യാൻ പറ്റും. നമുക്കിപ്പം 5x വേണമെങ്കിൽ റെക്കോർഡ് ചെയ്യാം. ആണ് 4K 30 FPS 5x പിക്സൽ 3a റെക്കോർഡ് ചെയ്യുന്നൊരു വീഡിയോ. അപ്പം ജസ്റ്റ് നിങ്ങൾ നോക്കിയാൽ മതി ആ ക്വാളിറ്റി. ഇനി നമുക്ക് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ 4Kയിൽ സ്വിച്ച് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു. 1x നിന്ന് 2x സ്വിച്ച് ചെയ്യുന്നു, 2x നിന്ന് തിരിച്ച് 1x സ്വിച്ച് ചെയ്യുന്നു. 1x നിന്ന് നമ്മൾ സൂം ചെയ്ത് 5x നമ്മൾ ക്യാമറ കൊണ്ട് പോകുന്നു. ദെൻ നമുക്ക് പോകാനുള്ളത് 1080p 30 ഉണ്ട്, 60 ഉണ്ട്. 1080p നമുക്ക് 60 എടുക്കാം. നമ്മൾ 4K 30 കണ്ടല്ലോ, ഇനി 60 മാത്രം നോക്കിയാൽ മതി. നമ്മൾ 60 ഒഴുക്കം നിങ്ങൾ കണ്ടുകൊള്ളൂ. ഇത് 1x റെക്കോർഡ് ചെയ്യുന്നതാണ്. ഇത് 1x ഇതാ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. എൻ്റെ കൈ വലിയ ഷേക്ക് കാര്യങ്ങളൊന്നുമില്ല. ഈ ഫ്ലവർ 1080p 60 ഞാൻ ഗൂഗിൾ പിക്സൽ 3a റെക്കോർഡ് ചെയ്യുന്നതാണ്. നിങ്ങൾ നോക്കിയാൽ മതി കുലുക്കം എങ്ങനെയുണ്ടെന്നുള്ളത്. ഫോക്കസ് അതിൽ പിടിക്കുമെന്ന് നോക്കാം. നമ്മളിതാ ഇങ്ങനെ പോണ സമയത്ത് ഫോക്കസ് ഒരുവിധം കുഴപ്പമില്ല. അതാ ഇപ്പം ഫോക്കസ് ആയിട്ടുണ്ട്. ഇതാണ് 1080p 60 1x. നമുക്കിതിങ്ങനെ റിവേഴ്സ് കൊണ്ടുപോയിട്ട് ഇപ്പോൾ ഫോക്കസ് ഔട്ടായി. ഫോക്കസ് ഒന്ന് സ്റ്റോപ്പ് ചെയ്യാം. അത് കഴിഞ്ഞ് നമുക്ക് നേരെ നമുക്ക് നമ്മുടെ ആഫ്രിക്കൻ പായൽ, നമ്മളിവിടെ മുട്ടപ്പായൽ ആഫ്രിക്കൻ പായൽ എന്ന് പറയും, അതിൻ്റെ ഒരു വീഡിയോ പോയി എടുക്കാം. അപ്പം ഇതിൻ്റെ അടിയിൽ ഫുള്ള് വെള്ളമാണ്. നമുക്ക് 2x ഇടാം. 1080p 60 2x ഇതാണ്. ഇതാണ് 1080p 60 2x റെക്കോർഡ് ചെയ്യുന്നത്. കളർ കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കണം. ഇപ്പോൾ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഐഫോണിൽ 14 Pro Max അതിൻ്റെ കളർ നോക്കിക്കോ. ഈ പിക്സൽ 3a കളറും കൂടെ നിങ്ങൾ നോക്കിക്കോ. ഇതിൽ നിന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് നോക്കാം. സൂം ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് സൂം പോണത്. ചെറിയൊരു പിരിവക്കം എനിക്ക് തോന്നുന്നുണ്ട്. നമുക്ക് 2x തിരിച്ച് 1x പോവാം. ഇത് ഒരൊറ്റ ക്യാമറയിലേ കാഴ്ചയുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത്രയാണ് 1080p 60 ഉള്ളത്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ സ്ലോ മോഷനാണ്. സ്ലോ മോഷൻ ആകുമ്പോൾ 120 FPS ആണ് സ്ലോ മോഷൻ ഉള്ളത്. അപ്പോൾ അതാ ഇങ്ങനെ വെച്ചതിന് ശേഷം നമുക്ക് ആദ്യം ഈ 1.8 ഒന്ന് റെക്കോർഡ് ചെയ്ത് നോക്കാം. ജസ്റ്റ് ടാപ്പ് ചെയ്ത് നമ്മളിതാ ഇങ്ങനെ പോകുന്നു. അപ്പോൾ നിങ്ങളത് നോക്കിയാൽ മതി. അത് കഴിഞ്ഞ് 1.4 നമുക്ക് 1x അതായത് 120 FPS ഇങ്ങനെ റെക്കോർഡ് ചെയ്ത് നമ്മളിതാ അതിൻ്റെ അടുത്തോട്ട് പോകുന്നു.
ഇതാണ് ആ ഒരു വിഷ്വൽ എന്ന് പറഞ്ഞാൽ. ഓക്കെ, അടുത്ത 2x ഒന്നും വേണ്ടല്ലോ. അത് കഴിഞ്ഞ് ടൈം ലാപ്സ് ഉണ്ട്. ടൈം ലാപ്സിന് എടുക്കുന്നില്ല. അപ്പം ആവശ്യമുള്ള കാര്യങ്ങൾ നമുക്ക് കാണിക്കാമെന്നാണ് ചോദിച്ചത്. ടൈം ലാപ്സിൽ എത്ര ഫാസ്റ്റിൽ നമുക്ക് എടുക്കണം എന്ന് ചോദിക്കും. 1x ഉണ്ട് സ്പീഡ്, 5x സ്പീഡുണ്ട്, 10x സ്പീഡുണ്ട്, ഗുഡ് ഫോർ വാക്കിംഗ് എന്ന് എഴുതിയിട്ടുണ്ട്. സജഷൻ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ കാണിച്ചതുപോലെ തന്നെ 120x നമുക്ക് എടുക്കാൻ പറ്റും. അത് കഴിഞ്ഞ് 2x വേണമെങ്കിലും അതുപോലെ എടുക്കാൻ പറ്റും. അങ്ങനത്തെ കാര്യങ്ങളാണ് അതിൽ പറയുന്നത്. നമുക്ക് മോഡ്സാണ്. മോഡ്സിനകത്ത് പാനോരമ ഉണ്ട്. പാനോരമ നമുക്കൊന്ന് എടുത്ത് കാണിച്ചു തരാം. ജസ്റ്റ് ഇങ്ങനെ അടിച്ചിട്ട് ഈ കുളത്തിൻ്റെ അൾട്രാ വൈഡ്, കാരണം ഇതിനകത്ത് അൾട്രാ വൈഡ് ലെൻസ് ഇല്ലാത്തതുകൊണ്ട് നമുക്കൊരു അൾട്രാ വൈഡ് ഫോട്ടോ വേണമെങ്കിൽ പാനോരമയിൽ എടുക്കാം. ലെൻസ് മാത്രമേ ഉള്ളവർക്ക് അത് മനസ്സിലാവും. ഇപ്പോൾ മെയിൻ ലെൻസ് മാത്രമല്ല, അൾട്രാ വൈഡ് ഫോണൊക്കെ ഉള്ളവർക്ക്, അൾട്രാ വൈഡ് ക്യാമൊക്കെ ഉള്ളവർക്ക് വേണമെങ്കിൽ ഇതെന്തൊരു അൾട്രാ വൈഡാണ്, ഇതിനേക്കാളും നല്ലത് മറ്റേ എടുക്കണം എല്ലാം ചോദിക്കും. ഇവിടെ ആവശ്യക്കാരന് ഔചിത്യം ഇല്ല എന്നാണ്. അതുകൊണ്ട് ഉള്ളതുകൊണ്ട് ഓണം പോലെ ആഘോഷിക്കുന്ന ടീംസാണ്. ഇങ്ങനെ ടാപ്പ് ചെയ്യുന്നു, ഇങ്ങനെ കൊണ്ടുവന്നാൽ നമുക്കൊരു അൾട്രാ വൈഡ് ഫോട്ടോ കിട്ടും. ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമ്മുടെ എക്സ്പീരിയൻസ് ഈസ് ലൈക്ക് അന്ധകാലത്തിലെ വേറെ ലെവലടായി പിക്സൽ. ഈ പ്ലേ ഗ്രൗണ്ട് മോഡെന്ന് പറഞ്ഞാൽ ഇരിക്കാനുള്ള സ്ഥലത്ത് വേണമെങ്കിൽ നമുക്ക് ഈ സാധനങ്ങളൊക്കെ പറക്കിയൊക്കെ വയ്ക്കാം. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ്. അതൊക്കെ പണ്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ നല്ലതായിരുന്നു. ഇപ്പോഴൊന്നും ആരും ഒന്നും നോക്കൂലടാ. ഇതാ വേണമെങ്കിൽ കാണിച്ചു തരാം. ജസ്റ്റ് ഇതിനകത്ത് റീസെൻ്റായിട്ട് ചെയ്തിട്ടേക്കുന്ന ഒരെണ്ണമുണ്ട്. നമ്മളെടുത്തിട്ട് ഇതാ ഇവിടെ വയ്ക്കാം. കണ്ടാ അതിൻ്റെ ആ ഒരു 3D ഒക്കെ നോക്കിയാണ്, അടിപൊളിയല്ലേ. കണ്ടാ നമുക്ക് ഇവിടെ ഇത് വയ്ക്കാം. ഇതാണ് അതിൻ്റെ ഉപയോഗം. ഇപ്പോഴാണെങ്കിൽ വലിയ പെർഫെക്റ്റ് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ആ ഒരു ഇതൊന്നും അല്ല. എന്നാലും നമുക്ക് ഇവനെ എടുത്തുകൊണ്ട് ഇപ്പുറത്ത് കൊണ്ടുവച്ച്, അല്ലെങ്കിൽ അവൻ നടന്ന് അവിടെ നിന്ന് വരുമ്പോൾ ഇത് അവൻ്റെ കൂടെ കൊണ്ടുവരാം. ഇതാ കണ്ട, ഇതാ അവിടെ നിൽക്കണ കണ്ട, ഇതൊരു അതിൻ്റെ 3D ഒക്കെ നോക്കിയാണ് പൊളിയല്ലേ ചെയ്തേക്കണേ. അപ്പോൾ അതൊക്കെയാണ് ഇത്. അതിൻ്റെ ഒരു ഇതേ ഉള്ളൂ, ജസ്റ്റ് കാണിച്ചു തന്നേ ഉള്ളൂ. ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ഷോർട്സിലൊക്കെ ഇടാം. ലോങ് വീഡിയോക്കകത്ത് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. അത്രയൊക്കെ ഉള്ളൂ ഗൈസ് ഗൂഗിൾ പിക്സൽ 3യുടെ കുറേ എത്രയും നേരം യൂസ് ചെയ്തപ്പോൾ ഉള്ള ആ ഒരു ബാക്കി കണ്ട ഹാങ് ആവണത് പോലെയൊക്കെ തോന്നുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഇതുണ്ട്. ഇത്ര പഴക്കമുള്ളതല്ലേ. ഇതിൻ്റെ പോർട്രേറ്റ് എന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ കിടിലം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. അപ്പോൾ ഹീറ്റ് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ എത്രത്തോളം ചൂടടിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ ഫിംഗർ പ്രിൻറ്റ് സെൻസർ ഉണ്ടല്ലോ, ഇവിടെ നല്ലപോലെ ചൂട് പറഞ്ഞുണ്ട്. പക്ഷേ ബാക്കിലൊന്നും ഒരു വലിയ ഇതില്ല. നമുക്ക് iPhone 13 വരുന്ന ഹീറ്റ്, ആ ഒരു ഹീറ്റേ ഉള്ളൂ. ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ കുറച്ച് നമ്മൾ യൂസും ചെയ്തോളൂ, അത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുമ്പോൾ പിക്സൽ 8 പ്രോയിലൊക്കെ എന്തൊക്കെ ലെവലിലുള്ള ഫോട്ടോഗ്രാഫി. S21 FE അതിന് ഭയങ്കര അതാണ് ഹീറ്റിങ്ങിൽ ഫ്രണ്ടിൽ നിൽക്കുന്ന സാധനം. അത് കഴിഞ്ഞ് 15+, പിന്നെ 14 Pro Max, പിന്നെ 13, പിന്നെ അത് കഴിഞ്ഞിട്ട് S23 Ultra. ഏറ്റവും താഴെയാണ് S23 Ultra പറഞ്ഞത് കേട്ടോ. അതിന് ഹീറ്റിംഗ് എന്ന് പറയുന്ന സാധനം എനിക്ക് വലുതായിട്ട് ഫീൽ ചെയ്യില്ല. പിന്നെ അടുത്ത് S24 Ultra വരുമ്പോൾ ഫുള്ളി AI ഫോൺ, അതിന് വലിയ ഹീറ്റിംഗ് ഒന്നും വരാൻ ചാൻസ് ഇല്ല. കാരണം ഇപ്പം വരുന്ന iQ 12 വരുന്ന 8 Gen 3 എന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ ഹീറ്റ് കുറവെന്ന് എല്ലാവരും പറഞ്ഞ് ഞാൻ ഇതുവരെ യൂസ് ചെയ്തില്ല. അത് പറ്റുമെങ്കിൽ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ യൂസ് ചെയ്യാം. അപ്പോൾ അതിൽ ഹീറ്റിംഗ് ഒന്നും ഇല്ലയെന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ. അപ്പം പിക്സലിൻ്റെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ ഗൈസ്. കുറേ വീഡിയോസ് നമ്മൾ ഷോർട്സിൽ ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഷോർട്സൊക്കെ കണ്ട് ഇത് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഏതെങ്കിലും ഫോൺ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ഗൈസ്, നമുക്കത് ചെയ്യാം. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ബൈ.